ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കിടിലൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അരിപ്പൊടി വെച്ചിട്ടുള്ള അച്ചപ്പം കാണിച്ചിരുന്നു. അപ്പോൾ ഇത് അരി അരച്ചിട്ടുള്ള അച്ചപ്പമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം പാല് ചേർക്കുക, അതുപോലെ തന്നെ വെള്ളം ചേർക്കുക. പക്ഷെ ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം പച്ചരി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഈ അരി അരച്ചെടുക്കാനായിട്ട് കുറച്ച് തേങ്ങാപ്പാലൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 5 ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദ കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര കൂടാതെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് മധുരം കുറച്ച് കൂടുതലുള്ളതാണ് ഇഷ്ടം. എന്നിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കരിഞ്ജീരകം അല്ലെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അച്ചപ്പം ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നോക്കിയിട്ട് ഒന്നുകൂടി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ അച്ചപ്പം ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആക്കിയാൽ മതി. അപ്പോൾ ഇത്രയും മാവ് ഇതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് ആയിട്ടുണ്ട് എന്നർത്ഥം. അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ വലിയ പാത്രത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാതെ ഇതേപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ചൂടുള്ള എണ്ണയിൽ കുറച്ച് ടൈം അച്ച് മുക്കി വെക്കണം കേട്ടോ. അതിനുശേഷം ഉണ്ടാക്കി തുടങ്ങാം. അതുപോലെ അച്ച് മുക്കുമ്പോൾ ഒരു 1/4 ഭാഗം മുക്കിയാൽ മതി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വീട്ടിൽ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന അച്ചായ കാരണമാണ് ഇത് പെട്ടെന്ന് വിട്ടുപോരുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാലം ഉണ്ടാക്കാതൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു ദിവസം എണ്ണയിലിട്ട് വെക്കുക, അല്ലെങ്കിൽ പുളിവെള്ളത്തിൽ ഒരു ദിവസം ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിക്കോളും. അച്ചപ്പം ഒരുപാട് ഡാർക്ക് കളറാവണ്ട, ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പൂവ് പോലെ ഉള്ള ഭാഗം ഉണ്ടല്ലോ മുകൾ ഭാഗത്തെ, അത് താഴ്ഭാഗത്തേക്ക് കിടക്കുന്ന രീതിയിൽ
വേണം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എണ്ണ ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ തവണ അച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞാലും കുറച്ച് ടൈം എണ്ണയിൽ ഇട്ട് വെക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അതുപോലെ തന്നെ കുറച്ച് കാലമൊക്കെ ഇത് സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിക്ക് അച്ചപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ അത്യാവശ്യം ഒരു 30 അല്ലെങ്കിൽ ഒരു 40 അച്ചപ്പോളം കിട്ടുന്നതാണ് കേട്ടോ. സാധാരണ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അച്ചപ്പാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എടപ്പാളിൽ പുതിയൊരു മാൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോകാൻ കേട്ടോ. അപ്പോൾ മാളുടെ പേര് ഫോറം സെൻറ്റർ എന്നാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പക്ഷെ അവിടെ ഇപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഇട്ട കാരണം തോന്നുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ. ഫോറം സെൻറ്റർ എടപ്പാൾ പട്ടാമ്പി റോട്ടിലാണ് കേട്ടുള്ളത്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഫുള്ളായിരുന്നു. അപ്പോൾ ഇവരുടെ തന്നെ വേറൊരു സ്ഥലത്താണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ. നമ്മൾ അവിടേക്ക് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് നെസ്റ്റോയുടെ ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഫസ്റ്റ് കയറുന്നത്. ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് കണ്ണ പിടിച്ചിട്ട് അവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ. മുകളിലാണ് കുട്ടികളെ പ്ലേ ഏരിയ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് കണ്ടു. ഒന്നിലും കയറിയിട്ടില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ. അപ്പോൾ കുറേ ടൈമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഫുഡിൻ്റെ ഐറ്റംസിൻ്റെ ഒക്കെ അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല, ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയി. ഇന്ന് ഡിന്നറിന്